ഈ രാജേഷ് കുമാറിൻ്റെ അന്ധവിശ്വാസ പ്രചരണത്തിൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് കുറച്ച് സയൻസിൻ്റെ കൂടെ വേറെ ഒരു അന്ധവിശ്വാസം കൂടി പുള്ളി വളരെ നൈസായിട്ട് കിടത്തും. അതിൽ 2 കാര്യങ്ങൾ ഫാക്ച്വലായിട്ട് പറയുന്നുണ്ട്. അതായത് ഇത് വാം ആയിട്ടുള്ള ലാപ്ടോപ്പുകൾ, ഇപ്പം ഇതിൻ്റെ ഹീറ്റിംഗ്, ഇപ്പം ലാപ്ടോപ്സിൻ്റെ അല്ല ഒരു മിനിറ്റ്, എനിക്ക് തോന്നുന്നു ഞാൻ ആ വീഡിയോയുടെ ജസ്റ്റ് ഓഡിയോ ഒന്ന് കേൾപ്പിക്കാൻ തോന്നുന്നു. കാര്യം നമുക്കിപ്പോൾ ടെക്നിക്കൽ ഡിഫിക്കൽറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഫോണിൽ നിന്ന് തന്നെ കേൾപ്പിക്കും. അത് മാത്രമല്ല, ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു ജസ്റ്റ് ലിസൺ. ഒരു അവസ്ഥ കാണുന്നുണ്ട്. പുരുഷ ബീജങ്ങളുടെ ആരോഗ്യം കുറഞ്ഞു പോകുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ ഈ പ്രശ്നം കൂടുതലായിട്ട് കാണുന്നത്? ചെറുപ്പക്കാരുടെ 3 ദുശ്ശീലങ്ങളാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഒന്നാമത്, അല്ല ഇത്രയും കാര്യം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ചെറുപ്പക്കാരിൽ വന്ധ്യത കൂടി വരുന്നുണ്ട് എന്നുള്ളതിന് എന്തെങ്കിലും പഠനമുണ്ടോ? ഡോക്ടർ പ്രവീൺ അങ്ങനെ കേട്ടിട്ടുണ്ടോ? സീരിയസ്ലി നമുക്ക് ഇത്തരം പഠനങ്ങള് പിന്നെ എന്താ ഒരു ടൈം ഇത് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഫെർട്ടിലിറ്റി പാറ്റേണും പിന്നെ ഒരു 80s 90s ഫെർട്ടിലിറ്റി പാറ്റേൺ, നമ്മളെ ജോബിന്റെ ഇത്, ഫാമിലിയെ വിട്ടിരിക്കുന്ന അവസ്ഥ, അതൊക്കെ പരിഗണിക്കണം. നമ്മള് സോഷ്യൽ സിറ്റുവേഷൻസും നമ്മളെ എന്താ പറയാ ഫാമിലി സിറ്റുവേഷൻസ് ഒക്കെ മാറുമ്പോൾ അത് നമ്മളെ ഫെർട്ടിലിറ്റി റേറ്റിനെയും തീർച്ചയായിട്ടും ബാധിക്കും. പക്ഷെ അത് നമ്മളെ ഇപ്പോഴത്തെ ഏതെങ്കിലും ദുശ്ശീലം കൊണ്ടാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അല്ല എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമുക്ക് നമ്മുടെ ചെറുപ്പക്കാരിൽ ഇൻഫെർട്ടിലിറ്റി കൂടി വരുന്നുണ്ട്. ബൈ ചോയ്സ് ഇപ്പം 2 പേര് വേണമെന്ന് വിചാരിച്ചവർ ഇന്നിപ്പോ ഒരാൾ മതി എന്ന് വിചാരിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ കുട്ടികൾ വേണ്ടെന്ന് തീരുമാനിക്കുന്നവരുണ്ടാവും. അവരെ ഒഴിവാക്കി കരിയർ ഉണ്ട്, ഗൾഫിലായിരിക്കും, അല്ലെങ്കിൽ ബാംഗ്ലൂരും ഇവിടെയൊക്കെ ആയിരിക്കും, എറണാകുളത്തും പിന്നെ കാസർഗോഡും ഒക്കെ ആയിരിക്കും. പിന്നെ ഫാമിലി ഇപ്പൊ മാരേജ് ഡിലേ ആവുന്നുണ്ട്, കരിയർ ചോയ്സസ് വേറെ വേറെ വരുന്നുണ്ട്. ഇപ്പൊ പണ്ട് വീട്ടിലിരിക്കുന്നവരൊക്കെ ഇപ്പം ജോബിന് പോവാണ്. അപ്പൊ അതൊക്കെ ബാധിക്കുമല്ലോ. ഇൻഫെർട്ടിലിറ്റി കൂടുന്നതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ദർ ഇസ് മോർ അവയർനെസ്. അതായത് ഈ പണ്ട് ഇൻഫെർട്ടിലിറ്റി ഉണ്ടെന്ന് അറിയുമ്പോഴത്തേക്കും ഈ അതായത് മെഡിക്കൽ പ്രാക്ടീഷണറെ പോയി കാണുന്നു, ഇത് പരിശോധിക്കുന്നു. പണ്ടുള്ളവർ മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്തിട്ട് വേറെ റെഗുലറായിട്ട് ഇങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കും. ഇന്ന് അങ്ങനല്ല. 25 കൊല്ലം മുമ്പ് കേരളത്തില് 2 IVF സെന്റേഴ്സ് ഉണ്ടായത്. ഇന്ന് ഒരു ചെറിയ ടൗണില് 2 IVF സെന്റേഴ്സ് ഉണ്ട്. അങ്ങനെ പറയുമ്പോ ഇവര് അത് ഇന്ന് മനസ്സിലാക്കുന്ന കാര്യം എന്നറിയോ, ഇത്രയും IVF സെന്റേഴ്സ് ഉള്ളത് കൊണ്ട് ഇൻഫെർട്ടിലിറ്റി കൂടുന്നു എന്നുള്ള ഒരു ഇൻഫറൻസിലോട്ടാണ് അവർ പോകുന്നത്. ഇനി ബാക്കി ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 5 കൊല്ലം 6 കൊല്ലമൊക്കെ പല ട്രയലും ഈ അമ്പലത്തിലും ഒക്കെ പോയി മറ്റേ ആലിൻ്റെ മൂട്ടിൽ ഊഞ്ഞാലൊക്കെ കെട്ടി തൊട്ടിലൊക്കെ കെട്ടി കഴിഞ്ഞ് ക്ഷീണിച്ച് കഴിയുമ്പോഴാണ് ഈ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ പോകുന്നത്. ഇപ്പോൾ 2 കൊല്ലം 1 കൊല്ലത്തിനിടയിൽ അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ആ പഞ്ചായത്തിൽ തന്നെ, അവിടെ പരിസരത്ത് തന്നെ ടൗണിൽ ഒരു ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്ക് ഉണ്ടാക്കും. പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു. ആസ് യു റൈറ്റ്ലി പോയിന്റഡ് ഔട്ട്, ഇങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട്, അതായത് ഇതിനൊരു പ്രതിവിധി ഉള്ള കാര്യമൊന്നും ജനങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഇൻഫെർട്ടിലിറ്റി കൂടിയതല്ല, ഈ മെഡിക്കൽ ഫെസിലിറ്റീസും അവയർനെസ്സും വർദ്ധിച്ചത് കൊണ്ടാണ് ഇൻഫെർട്ടിലിറ്റിയുടെ ഡേറ്റ പോയിന്റ്സ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഇറ്റ് ഇസ് ദാറ്റ് ബയസ്, ഈ ഒരു കോഗ്നിറ്റീവ് ബയസിൻ്റെ പേരാണ് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്സ്. ബിക്കോസ് ദർ ഇസ് ഡേറ്റ ദാറ്റ് ഇസ് അവൈലബിൾ, അപ്പം ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്നുള്ളത് ആൾക്കാർ കൂടുതൽ അറിയുന്നു. അത്രയേ ഉള്ളൂ. അല്ലാതെ പോപ്പുലേഷൻ്റെ ഗ്രോത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഇൻഫെർട്ടിലിറ്റി ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതെ, ബാക്കി പോവാം. വൃഷ്ണങ്ങൾക്കകത്തുള്ള പുരുഷ ബീജങ്ങളുടെ ആരോഗ്യം കുറഞ്ഞു പോകുന്നതിന് കാരണമാകും. കൂടാതെ ലാപ്ടോപ്പ് മടിയിൽ വെച്ച് ഉപയോഗിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിലും ഇത് വൃഷ്ണങ്ങളുടെ പുറത്ത് ഇടയ്ക്കിടയ്ക്ക് ചൂട് കൂടുതലാണ്. ഒരു മിനിറ്റ്, ഈ നമ്മൾ ലാപ്ടോപ്പ് വയ്ക്കുന്നത് മടിയിലല്ലേ, ലാപ്പിലല്ലേ? ഇത് ഞാൻ ഒരുപാട് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്ക് എപ്പോഴും സംശയം തോന്നുന്നൊരു കാര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളിപ്പോൾ എവല്യൂഷണറി ആയിട്ടുള്ള പേപ്പറുകളും കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ടെസ്റ്റിക്കിൾസ് പുറത്ത് ഉള്ളത്, അല്ലെങ്കിൽ ആ സാക്ക് എന്ന് പറയുന്നത് വൈ ഇറ്റ് ഇസ് നോട്ട് അറ്റാച്ച് ടു ദ ബോഡി എന്ന് പറയുമ്പോൾ തന്നെ ടെമ്പറേച്ചർ റെഗുലേഷൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. ഓഫ് കോഴ്സ് ഈ ടൈറ്റ് അണ്ടർവെയർ ഇടുന്നതിൻ്റെ കാര്യം അത് ആരും റെക്കമെൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ വിടണം എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായി. ഈ ലാപ്ടോപ്പ് വയ്ക്കുമ്പോൾ നമ്മൾ വൃക്ഷങ്ങളുടെ പുറത്തല്ലല്ലോ ലാപ്ടോപ്പ് വയ്ക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല അത്. ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഇതിന്റെ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഇനിയിപ്പോൾ ലാപ്ടോപ്പ് ആണ് ഇതിന് കാരണമെങ്കിൽ പോലും നിങ്ങൾ എടുത്തുകൊണ്ട് വരൂ ഏതെങ്കിലും ഒരു ലാപ്ടോപ്പിൽ സെന്ററിൽ ഇതിന്റെ എക്സോസ്റ്റ് വെന്റ് ഡിസൈനിൽ വരുത്തുന്നതായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു എക്സാക്ട്ലി ഏതെങ്കിലും സൈഡിലേക്ക് കാണുമോ ഇതിന്റെ എക്സാക്ട് ഇതിന്റെ വെന്റ് എന്ന് പറയുന്നത്?
ഇത് ഡിസൈൻ ചെയ്യുന്ന ആളുകൾ ഊളകളല്ല, അതാദ്യം മനസ്സിലാക്കണം. ഇതിന്റെ ഏതുവഴിയാണ് അതിന്റെ ഇൻലെറ്റ്, ഇത് ഏതുവഴിയാണ് ഇത് പുറത്തോട്ട് പോകേണ്ടത് എന്നുള്ളതിനൊക്കെ കൃത്യമായ ഫാൻ എവിടെ കൊടുക്കണം, അതിന്റെ എക്സോസ്റ്റ് എങ്ങനെ വേണം. ഇപ്പം അല്ല, ഇത് ഇത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ അംബാസിഡർ ഡിസൈൻ ചെയ്തവരല്ല ഈ ലാപ്ടോപ്സ് ഡിസൈൻ ചെയ്യുന്നത്. അത് എടുത്ത് പറയണം. അല്ല, ഇത് മാത്രമല്ല, അതിന്റെ ചൂട് തെർമൽ റെഗുലേഷൻ എങ്ങനെ ചെയ്യണം, അത് എങ്ങനെ മാനേജ് ചെയ്യണം, ഹീറ്റ് സിങ്ക് വെച്ച് എത്രത്തോളം ഡിസിപ്പേറ്റ് ചെയ്യണം, അത് എത്ര ഡിഗ്രി ആകുമ്പോഴത്തേക്ക് അതിന്റെ ഫാൻ ഓൺ ആവണം, അതിന്റെ അത്ര ചൂടുള്ള ഒരു സാധനം. നിങ്ങൾ ഇൻഡക്ഷൻ കുക്കറോ ഹോട്ട് പ്ലേറ്റോ അല്ല മടിയിൽ വയ്ക്കുന്നത്, നിങ്ങളൊരു ലാപ്ടോപ്പാണ്. അതിന്റെ ടെമ്പറേച്ചർ അത്ര കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിന് എന്തോ സീരിയസ് പ്രോബ്ലം ഉണ്ട്. ഇറ്റ് ഹാസ് ഗോട്ട് ആൻ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഓൾവേസ്, നമുക്ക് എല്ലാം ഒരു വാർണിംഗ് ആയിട്ട് പറയാം. ചൂടുള്ള സാധനങ്ങൾ അവിടെ വയ്ക്കുന്നത് കൊണ്ട് സ്പേം കൗണ്ട് കുറയും എന്നുള്ളതിന് സ്റ്റഡീസ് ഉണ്ട്. അതിനകത്ത് തർക്കമൊന്നുമില്ല, നമ്മൾ ആരും തർക്കിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇന്നുള്ള ആളുകളുടെ എല്ലാം കുഴപ്പം ലാപ്ടോപ്പ് എടുത്ത് മടി വയ്ക്കുന്നതുകൊണ്ടാണെന്നുള്ളത് പറയാനായിട്ടുള്ള ഒരു ഡേറ്റ ഇല്ലെന്നുള്ളതാണ് സത്യം. അതൊരു അപാര ധൈര്യം വേണം അങ്ങനെ പറയാൻ. അതാണ് അതിന്റെ പ്രശ്നം. മാത്രമല്ല, ഈ ലാപ്ടോപ്സ് ഒക്കെ ഓരോ ദിവസം കഴിയും തോറും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മറ്റേ M3യുടെ മാക്ബുക്ക് ഒക്കെ നോക്കണം, അതിനകത്ത് ഒട്ടും ചൂടാവില്ല. നിങ്ങൾ എത്ര ഇതിട്ടാൽ പോലും, ഞാൻ ആപ്പിൾ പ്രൊമോട്ട് ചെയ്യുന്നതല്ല, പക്ഷെ ഞാൻ പറഞ്ഞത് ഈവൻ വളരെ സ്ലീക്ക് ഡിസൈൻ ആണെങ്കിൽ പോലും അതിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള, ഹീറ്റ് മാനേജ് ചെയ്യാനായിട്ടുള്ള സിസ്റ്റം അതിനകത്തുണ്ട്. അത് ആവശ്യമില്ലാത്തപ്പോൾ അതിന്റെ പവർ ഓപ്റ്റിമൈസേഷൻ ചെയ്യും. അങ്ങനെ ടെക്നോളജി വികസിക്കുന്നതനുസരിച്ച് അത് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ലാപ്ടോപ്പ് അല്ല പ്രശ്നം. അവിടെ ചൂട് വന്നു കഴിഞ്ഞാൽ അത് ശരീരത്തിൽ നിന്ന് മാറിപ്പോവാനായിട്ട് വൃക്ഷണ സഞ്ചികൾ മൂവ് ചെയ്യുന്നതിനുള്ള അപ്പാരറ്റസ് ആണ്, അതിന് വേണ്ടി ഡിസൈൻഡ് ആണ്. അല്ലെങ്കിൽ സോറി, ഡിസൈൻഡ് എന്ന് പറയുമ്പോൾ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് ഡിസൈൻ, ഇറ്റ് ഇവോൾവ് ലൈക്ക് ദാറ്റ്. അപ്പൊ അതുകൊണ്ട് അതെന്തിനാണ് ഇത്ര കിടന്ന് പേടിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഏതെങ്കിലും ഒരു സാധനം എടുത്തു വെച്ചിട്ട് അങ്ങ് ധൈര്യമായിട്ട് അടിച്ചു വിടുകയാണ്. ഇന്നൊരു വീഡിയോ ചെയ്യണ്ടേ, ശരി എന്നാ 3 കാര്യങ്ങൾ ഈ എണ്ണിയാണ് പറയുന്നത്. ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട 10 കാര്യങ്ങൾ. തമാശ എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട 10 കാര്യങ്ങളിൽ പുള്ളി ഒരിക്കൽ വെള്ളം കുടിച്ചിട്ട് കിടക്കണമെന്നും പറയുന്നുണ്ട്. അടുത്തൊരു വീഡിയോയിൽ പറയുന്നുണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യാൻ പാടില്ലാത്ത 10 കാര്യങ്ങളിൽ വെള്ളം കുടിക്കുന്നതും കൂടെ പറഞ്ഞിട്ടുണ്ട് പുള്ളി. എനിക്കറിയില്ല ഇതൊക്കെ എവിടുന്നാണ് ഇങ്ങനെയുള്ള ഇയാളുടെ ഈ ഇപ്പൊ ഇൻഫെർട്ടിലിറ്റിയുടെ കാര്യം പറഞ്ഞത് എല്ലാം ഏക കാരണങ്ങളാണ്, എല്ലാം ഒറ്റ കാരണങ്ങൾ കൊണ്ടാണ്. അതിന് ഈ മനുഷ്യന്റെ ശരീരത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് ഏക കാരണമല്ല, അതിന് പല കാരണങ്ങൾ കാണും. അത് ഈ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് ഉണ്ടാവും, ലൈഫ് സ്റ്റൈൽ ഉണ്ടാവും, നമ്മുടെ ജോലിയുടെ സംഗതികളുണ്ടാവും. ഇതെല്ലാം അതിൽ വരുന്നുണ്ട്. ഇതൊന്നും പുള്ളി അഡ്രസ്സ് ചെയ്യില്ല, എല്ലാം സിമ്പിളായിട്ടാണ് പറയുന്നത്. അതുപോലെ ചൂടുവെള്ളം, അതിനകത്ത് ആ ഓഡിയോ ഒന്ന് പ്ലേ ചെയ്യും, അതിൻ്റെ സെക്കൻഡ് പാർട്ടുണ്ട്. 3 കാര്യങ്ങൾ കാരണമാകും. രണ്ടാമത്തെ കാരണം, നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം പലപ്പോഴും മിനറൽ വാട്ടർ ആൾക്കാർ വാങ്ങിച്ചിട്ട് വാഹനത്തിലെല്ലാം വച്ചിരിക്കുന്ന ഒരു സ്വഭാവം. അതേപോലെ തന്നെ ചൂടുവെള്ളം പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഈ വെള്ളത്തിനകത്ത് പ്ലാസ്റ്റിസൈസേഴ്സും ബിസ്ഫിനോൾ എ എന്ന് പറയുന്ന രാസവസ്തുക്കൾ കലരുകയും ഇത് പുരുഷ ബീജങ്ങളുടെ വാഹിനി കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാക്കുകയും പുരുഷ ബീജങ്ങളുടെ ആരോഗ്യം കുറഞ്ഞു പോകുന്നതിനും കാരണമാവുകയും ചെയ്യും. മൂന്നാമത്തെ കാരണം വ്യായാമമില്ലായ്മയാണ്. വ്യായാമമില്ലാത്ത സെഡൻഡറി ലൈഫ് സ്റ്റൈല് ഇന്ന് പുരുഷ ബീജത്തിന്റെ ആരോഗ്യം കുറയ്ക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട കാരണമാകുന്നുണ്ട്. വിചാരിക്കുന്നത് പോലെ സ്വയംഭോഗം പുരുഷന്മാരിൽ പുരുഷ ബീജത്തിന്റെ ആരോഗ്യം ഇതുവരെ പറഞ്ഞിട്ടുള്ളതിൽ ശരിയായിട്ടുള്ള 2 കാര്യം പറഞ്ഞു. ക്ലിയർ ആയിട്ടില്ല. അതായത് ഈ സ്പേമിന്റെ പാസേജ്, ഈ വാസ് ഡിഫറൻസ് എന്നുള്ള ടേം ഉപയോഗിക്കുന്നില്ല. അതായത് ഈ അതിന്റെ സുഷിരമോ എന്തോ നാടിയോ എന്തോ ഒരു വാക്ക്. അല്ലല്ല, ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. അതായത് പ്ലാസ്റ്റിക്കിനകത്തുള്ള വെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട്, അതായത് വണ്ടിയിലൊക്കെ കിടന്നത് ചൂടായിട്ട് കുടിക്കുന്നത് കൊണ്ട് സ്പേമിനെ വഹിച്ചുകൊണ്ട് പോകുന്ന കുഴലുകൾ അടഞ്ഞു പോകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ളതാണ് പുള്ളി ആദ്യം പറയുന്നത്. There is no evidence whatsoever, you know, you will not find a single. അതൊന്ന് പറയുന്നുണ്ട്. പിന്നെ പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ വ്യായാമ കുറവ് സ്പേമിന്റെ കൗണ്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ടെന്നുള്ളത് പുള്ളി പറയുന്നുണ്ട്. അതിനോടൊപ്പം ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ എന്തായാലും ഞാൻ മറന്നുപോയി. പുള്ളി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. എല്ലാ ചെറുപ്പക്കാരുടെ അറിവിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്തു. ഒരു മിനിറ്റ്, അതിന്റെ ഒരു ലാസ്റ്റ് പോർഷൻ ഒന്ന് എടുക്കുക. ഈ ഫോണിൽ നിന്ന് പ്ലേ ചെയ്യുമ്പോൾ പ്രശ്നം ഇതാണ്. ഈ ചെറുപ്പക്കാരിൽ വന്ധ്യകരണം എന്ന് പറയുന്നത് വ്യായാമമില്ലായ്മയാണ്. വ്യായാമമില്ലാത്ത സെഡൻഡറി ലൈഫ് സ്റ്റൈല് ഇന്ന് പുരുഷ ബീജത്തിന്റെ ആരോഗ്യം കുറയ്ക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട കാരണമാകുന്നുണ്ട്. പലരും വിചാരിക്കുന്നത് പോലെ സ്വയംഭോഗം പുരുഷന്മാരിൽ പുരുഷ ബീജത്തിന്റെ ആരോഗ്യം കുറയുന്നതിന് ഒരു കാരണമല്ല. എല്ലാ ചെറുപ്പക്കാരുടെ അറിവിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്തു. സ്വയംഭോഗം അത് കുഴപ്പമില്ല എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് വേറൊരു സ്ഥലത്ത് മാറ്റി പറയും. ഇപ്പൊ ഈ വീഡിയോ പറഞ്ഞോ ഡോക്ടർ. ആരോഗ്യം കുറയ്ക്കുന്നു. അല്ലല്ല, സ്വയംഭോഗം ആരോഗ്യം കുറയ്ക്കുന്നില്ല എന്നാണ് പറഞ്ഞത്.
പക്ഷെ ബി ആ പി എയുടെ കാര്യം പറയുന്നുണ്ട്. ഈ ബി പി എ എന്ന് വെച്ചാൽ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലിൽ നിന്ന് ലീച്ച് ചെയ്യുന്ന ബൈസ്ഫെനോൾ എ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്. അത് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ പുള്ളി സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് ഈ വാസ്റ്റ് ഡിഫറൻസിനെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു സ്റ്റഡി നമ്മളെല്ലാവരോടും ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരും പോയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു GPT എടുത്ത് ഇതിൻ്റെ വാലിഡിറ്റി നിങ്ങൾ അന്വേഷിക്കുക. അവർ പോയി കണ്ടുപിടിച്ച് കൊണ്ടുതരും. ഇന്ന് ഈ പറയുന്ന സാധനങ്ങളെല്ലാം നമ്മളിപ്പോൾ പെർപ്ലെക്സിറ്റി, ഡീപ് സീക്ക്, ചാറ്റ് GPT, മെറ്റ, ഇത്രയും AI സിസ്റ്റംസ് ഇന്ന് അവൈലബിൾ ആണ്. സോ ഇങ്ങനെ ഒരു സാധനം കേൾക്കുമ്പോൾ ദ ഫസ്റ്റ് തിങ് ദാറ്റ് വി ഷുഡ് ഡു ഇസ് നമ്മളിത് ഇവരോട് ചോദിക്കുക, AI സിസ്റ്റംസിനോട് ചോദിക്കുക. അവർ കണ്ടുപിടിട്ടെ, എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ കൊണ്ടെടുത്തോണ്ട് വരും. ഞാൻ നോക്കിയിട്ട് ഒരൊറ്റ സ്റ്റഡിയും ഇല്ല ഈ BPA ഈ വാസ്റ്റ് ഡിഫറൻസിനെ കൺസ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ളത്. അല്ല, അത് ലാസ്റ്റ് വാക്കായിട്ട് എടുക്കുകയും കൂടെ ചെയ്യരുത്. അതും കൂടെ നമുക്ക് പറഞ്ഞേക്കാം. ഈ AI തരുന്നതിനകത്ത് ഒരുപാട് എറേഴ്സ് ഉണ്ട്. പക്ഷേ അത് ഇറ്റ്സ് എ ഗുഡ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇറ്റ്സ് എ ഗുഡ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. നമുക്ക് ഈ പഠനം തുടങ്ങാനായിട്ടുള്ള സൈറ്റേഷൻസ് അല്ല, ഈ സ്റ്റഡീസിനെ തപ്പിയെടുക്കാനായിട്ട്, കാരണം ഈ എവിടെയെല്ലാം എന്തൊക്കെയാണ് കിടക്കുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ അത് ലിസ്റ്റ് ചെയ്ത് തരും, ഇന്ന സ്റ്റഡീസ് ഇവിടെ ഉണ്ടെന്നുള്ളത്. കണ്ടിന്യൂ. ഡോക്ടറിനോടാണെന്ന് നമ്മളെ തോന്നുന്നു കമന്റ്സിൽ ഡോക്ടറിനോടുള്ള ചോദ്യമാണെന്ന് തോന്നുന്നു. വെരിയോസൈലം ഹെർണിയ സ്പേം കൗണ്ട് കുറയ്ക്കുമല്ലോ, വെരിയോസൈലം ഹെർണിയ ഡിഫറൻസ് എന്താണ്, വരാൻ കാരണം പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വെരിക്കോസിൽ എന്ന് പറഞ്ഞാല് ടെസ്റ്റിസിലേക്കുള്ള വെസൽസ്, ബ്ലഡ് വെസൽസ് വലുതാവണം വെരിക്കോസില്. ഹെർണിയ എന്ന് പറഞ്ഞാല് പിന്നെ നമ്മളെ അബ്ഡമന്റെ കവർ എന്ന് പറയാം, ലിഗമെന്റ്സ് ഉണ്ട്, അത് ലൂസായിട്ട് കുടല് അതിലൂടെ പുറത്തേക്ക് വരുന്നതാണ്. കുടലിറക്കുന്ന നമ്മൾ സാധാരണ മലയാളത്തിൽ പറയും. രണ്ടും വേറെ വേറെ ഒരു സിമിലർ ഇറ്റിയോളജി ഉണ്ട്, എങ്കിലും വേറെ വേറെ കണ്ടീഷൻസ് ആണ്. അതായത് ഒരു ഓർഗനകത്തോട്ട് മറ്റൊരു ഓർഗൻ കയറി വരിക എന്ന് പറയുന്ന പ്രശ്നം അല്ലേ? ഇറ്റ്സ് എ പ്രൊട്രൂഷൻ. ഓർഗനകത്തല്ല, നമ്മുടെ ഒരു പിന്നെ അബ്ഡമൻ എന്ന് പറഞ്ഞ ഒരു സീൽ ചെയ്ത് വെച്ചിരിക്കുക. നമ്മൾ എയർപോർട്ടിൽ ബാഗ് ഒക്കെ സീൽ ചെയ്യുന്നില്ലേ, അതുപോലെ സീൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ അതിനും ചുറ്റും പിന്നെ മസിൽസും ലിഗമെന്റ്സ് ഒക്കെ കൊണ്ട് അത് ടൈറ്റായി ഇതാണ്. അപ്പൊ ഇതിൽ എവിടെയെങ്കിലും ഒരു ലൂസ് ഇത് വന്നാല് അതിലൂടെ നമുക്ക് ഉള്ളിലുള്ള കണ്ടന്റ്സ് പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്യാം. അതാണ് ഹെർണിയ. ഇപ്പൊ നമ്മൾ അമ്പലിക്കസിലൊക്കെ ചിലർക്ക് ഉണ്ടാവും, ഇങ്ങനെ അമ്പലിക്കസ് ഇങ്ങനെ പുറത്തേക്ക് തള്ളി വരും. അതിൻ്റെ ഉള്ള ആ തള്ളിയ ഭാഗത്ത് അതിലൂടെ ഈ കുടല് പുറത്ത് വരും. അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കുടല് ബ്ലോക്ക് ആവാന്നുള്ളതാണ്, ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ വരാം. അതാണ് അതിന്റെ ഒരു പ്രശ്നം. സോ യൂഷ്വലി ഈ എന്താ പറയുക, ഈ ടെസ്റ്റിക്കിൾസ് പാസ് ചെയ്ത് ഈ ടെസ്റ്റിക്കിൾ ഡിസെൻഡ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ആ ഒരു സ്പേസിൽ കൂടിയാണ് ഈ ഹെർണിയ വരുന്നതെന്നാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. ഇൻവൈനൽ ഹെർണിയ, ഇൻവൈനൽ ഹെർണിയ പലതരത്തിലുള്ള ഹെർണിയ ഉണ്ട്. ഇൻവൈനൽ ഹെർണിയ ഈ ടെസ്റ്റിസ് പാസ് ചെയ്യുന്ന വഴിയിലൂടെ വരുന്നതാണ്. അത് ഈ സ്പേം കൗണ്ട് കുറയ്ക്കുമോ എന്നാണ് ചോദിക്കുന്നത്. കുറയ്ക്കുമല്ലോ. അത് ഹെർണിയ അത്രയില്ല. പക്ഷെ ആക്ച്വലി വെരിക്കോസിൽ എന്ന് പറഞ്ഞാൽ ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ആവും. അപ്പൊ ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ആവുമ്പോൾ ഈ വെരിക്കോസിൽ ഈ മറ്റേ ടെസ്റ്റിസിന്റെ ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടല്ലോ, അത് കുറയും. കൂടുതൽ ബ്ലഡ് സ്ക്രോട്ടത്തിലേക്ക് ഒഴുകുമ്പോൾ കൂടുതൽ ബോഡി ടെമ്പറേച്ചർ അങ്ങോട്ടേക്ക്, ബോഡി ടെമ്പറേച്ചർ ലോ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഇത് കുറയും. അപ്പൊ അത് സ്പേം കൗണ്ട് കുറക്കും. വെരിക്കോസിലെ ആക്ച്വലി പറഞ്ഞോളൂ. അത്രയാണ്. പിന്നെ വേറൊരു ചോദ്യം വന്നിട്ടുള്ളത് പെർഫ്യൂംസ് ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കുറയ്ക്കുക എന്നുള്ളതാണ്. ഇല്ല, അങ്ങനെ ഒരു സ്റ്റഡി ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും എവിഡൻസ് ഉള്ളതായിട്ട് എനിക്കറിയില്ല. നമ്മൾ ഇങ്ങനെ ഈ അല്പം ഓക്കെ, ചോദ്യത്തിൽ കുഴപ്പമില്ല, എല്ലാം ചോദിക്കാന്നുള്ളതാണ്. പക്ഷേ എങ്ങനെയാണ് പെർഫ്യൂംസ് നമ്മുടെ ഇതിനെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ പെർഫ്യൂംസിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അതിന്റെ കണ്ടൻസ് കുറക്കുന്നുണ്ടാണ് അവർ ചോദ്യം. അതൊരു ചോദ്യം വാലിഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പം അങ്ങനെ പല സ്റ്റഡീസും ഉണ്ട്, എല്ലാ സബ്സ്റ്റൻസസും അവർ സ്റ്റഡി ചെയ്ത് നോക്കുന്നുണ്ട്. ഇപ്പൊ ഈവൻ കോഫി, മറ്റേ ഗ്രീൻ ടീ, നമ്മൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ, അതൊക്കെ സ്പേം കൗണ്ടുമായിട്ട് എന്തെങ്കിലും, ഇപ്പൊ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, ടാറ്, നിക്കോട്ടിൻ എല്ലാം സ്പേം കൗണ്ടിനെ ബാധിക്കുന്നുണ്ടോ എന്നുള്ള സ്റ്റഡീസ് നടത്തുന്നുണ്ട്. അതിൽ വെച്ചാൽ ഇതൊക്കെ വലിയൊരു നമ്പറിൽ ചെയ്താൽ മാത്രമേ എക്സ്പോഷറും അൺഎക്സ്പോസ്ഡും ആയിട്ടുള്ള കൺട്രോൾ സ്റ്റഡീസിൽ മാത്രമേ ചെയ്യാൻ വിഷമമുള്ളത് കൊണ്ട് അതിന്റെ പിന്നെ റിസൾട്ട്സ് വരുന്നത് കുറച്ച് സ്ലോ ആണ്.
ബട്ട് ദർ ഇസ് അനദർ ആസ്പെക്ട് ടു ഇറ്റ്. സ്പേം കൗണ്ട് അല്ലെങ്കിൽ പോലും ഈ ഈ മേറ്റ് സെലക്ഷൻ്റെ ഒരു കാര്യം വരുമ്പോഴത്തേക്കും ഈ ഫെറമോൺസിനെ ലിമിറ്റ് ചെയ്യുമ്പോഴത്തേക്കും, ഫെറമോൺ പ്രൊഡക്ഷനെ കുറയ്ക്കുമ്പോഴത്തേക്കും, ഈ വി ആർ ടോക്കിംഗ് അബൌട്ട് പ്രൈമേറ്റ്സ് ആൻഡ് അതർ മാമൽസിൽ ഈ ഫെറമോൺസിനെ കൺസ്ട്രെയിൻ ചെയ്താൽ ഈ മേറ്റ് സെലക്ഷൻ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ പെർഫ്യൂംസിൽ ഈ പറയുന്ന ഫെറമോൺ, ഈ ബോഡി ഓർഡർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കുറേ കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് കാരണം ഈ ഫീമെയിൽ മെയിൽ തമ്മിലുള്ള ഈ ഒരു കോണ്ടാക്റ്റ്, അത് ഈ ഫെറമോൺ വഴി ഉണ്ടാകുന്ന ഒരു അട്രാക്ഷൻ, ആസ് എൻ അട്രാക്റ്റൻറ്റ് ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ഇൻ ആനിമൽസ്. മനുഷ്യരിൽ ഈ മാക്സിമം ബോഡി ഓർഡർ കുറയ്ക്കുക, ഡിയോഡറൻസ് ഉപയോഗിക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. മറ്റുള്ളവരെ ശല്യം ചെയ്യാതിരിക്കുക, മറ്റുള്ളവരെ മിനിമം ശല്യം ചെയ്യാതിരിക്കുക. ഉപദ്രവിക്കുക. നിങ്ങളുടെ സെക്സ് സെലക്ഷൻ ബാക്കിയുള്ളവർക്ക് ശല്യമാകാതിരിക്കാനായിട്ട് ദയവ് ചെയ്ത് എല്ലാവരും പെർഫ്യൂംസ് മാക്സിമം വലിച്ചുവാരി ഉപയോഗിക്കാനാണ് നമ്മൾ ഉപദേശിക്കുന്നത്. ഓക്കെ. നമ്മുടെ പോപ്പുലേഷനിൽ ഈ നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷനിൽ ഈ ഡിയോഡറൻറ്റിൻ്റെ യൂസും പെർഫ്യൂമിൻ്റെ യൂസും വളരെ കുറവാണ്. അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ യഥേഷ്ടം ഇഷ്ടമുള്ളതുപോലെ എവിടെയൊക്കെ തേക്കാമോ അവിടെയൊക്കെ പെർഫ്യൂം തേക്കുക. അല്ല, പക്ഷെ അത് കൈപ്പള്ളി ശരിയാണ്. നമ്മുടെ ഇവിടെ ഡിയോഡറന്റിന്റെയും പെർഫ്യൂമിന്റെയും യൂസ് കുറവായതുകൊണ്ട് എന്താ പോപ്പുലേഷൻ കയറില്ലാണ്ട. അതെ, ഇനി ഇത് ഉപയോഗിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ കൂടെ ഉള്ളു ഇനി. അതെ.